പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മളുടെ വീഡിയോ കാണുന്ന ഓരോ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ കയ്യിലേക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഗൂഗിളിൽ നിന്നുള്ള ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്ററാണ്. അപ്പം ഞാൻ ഈ ഒരു ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഞാൻ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം ഇതിനെക്കുറിച്ചിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവമെന്ന്. അപ്പോൾ ദാ ഈ കാണുന്ന ഒരു ലെറ്റർ കണ്ടോ, അതായത് ഗൂഗിൾ നമുക്ക് അയച്ചു തരുന്നൊരു ലെറ്ററാണ് ഗൂഗിൾ ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റർ യൂട്യൂബും അല്ലെങ്കിൽ ഗൂഗിൾ എന്തിനാണ് നമുക്ക് അയച്ചു തരുന്നത്, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സുഹൃത്തുക്കൾ കാരണം, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കൾ കാരണം എൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്റർ. അതുപോലെ നമ്മുടെ ക്യാമറ തന്ന് സഹായിച്ചിട്ടുള്ള ഉണ്ണിയണ്ണനും, അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും കാരണമാണ് എൻ്റെ കയ്യിൽ ഗൂഗിൾ ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എത്തിയത്. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരുടെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇടുന്ന വീഡിയോയ്ക്ക് തന്നെ നമുക്ക് വരുമാനം വന്നു തുടങ്ങും. നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പം തന്നെ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കുന്നതാണ് ലക്ഷങ്ങൾ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തരും നമ്മളടുത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ എന്ന് പറയുന്ന സാധനം കിട്ടത്തേ ഇല്ല. റവന്യൂ എന്ന് പറയുന്ന സാധനം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമുക്ക് കിട്ടത്തേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കിട്ടും, അത് തുടങ്ങുന്ന ഉടനെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങി, നമ്മൾ 12 മാസം കൊണ്ട് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും നമ്മുടെ ചാനലിനുണ്ടായിരിക്കണം. അതായത് ഷോർട്സ് വീഡിയോ അല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോകൾ, അതായത് 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് 12 മാസം കൊണ്ട് നമ്മൾ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് 4000 മണിക്കൂർ വാച്ച് ചെയ്യണം. നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് 365 ദിവസം കൊണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് 4000 മണിക്കൂർ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും, അതുപോലെ 365 ദിവസം കൊണ്ട് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ടെങ്കിലും നമുക്ക് യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമായിട്ടുള്ള യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് നമ്മുടെ ചാനലിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിൽ യൂട്യൂബ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് തരും. അപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് കണ്ടൻറ്റുകളൊന്നും പാടില്ല. അതായത് നമ്മൾ ആരുടെയെങ്കിലും വീഡിയോ പകർത്തിയെടുക്കുക, അതുപോലെ ആരുടെയെങ്കിലും പാട്ടുകൾ പകർത്തിയെടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷനൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് തരും. മോണിറ്റൈസേഷൻ ഓണായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ കണ്ട പരസ്യം വരുന്നത്, അങ്ങനെ പരസ്യം നമ്മുടെ വീഡിയോയ്ക്ക് ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഈ ഒരു പരസ്യം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മോണിറ്റൈസേഷൻ, അതായത് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും 12 മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ അപ്രൂവ് ആയെങ്കിൽ പിന്നെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനും എല്ലാം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ഒരു ഡോളറിൻ്റെ ചിഹ്നം കാണും, അത് നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിട്ട വീഡിയോയ്ക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും, നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പരസ്യം വരും. അതായത് ഈ ആഡാണ് സംഭവം ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരസ്യങ്ങൾ നമ്മുടെ ചാനലിന് ആഡ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ചാനലിലോട്ട്. അങ്ങനെ നമ്മുടെ ചാനലിൽ ഈ ഒരു പരസ്യം വരുന്നത് വഴി എത്ര പേരാണ്, ഇപ്പോൾ ഒരു 1000 പേരാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ 1000 പേരിൽ കുറച്ച് ചുരുക്കം ആൾക്കാർക്കൊക്കെ പരസ്യം കാണിക്കുള്ളൂ. അപ്പം പരസ്യം കാണിക്കുന്നതനുസരിച്ചിട്ടുള്ളൊരു ചെറിയൊരു റവന്യൂ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്ന ഇതിൽ അക്കൗണ്ടൊക്കെ തുടങ്ങണം. US ടാക്സ് ഇൻഫോയിലോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം, എല്ലാം നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചാനലിന് ഏകദേശം ഒരു $10 ആവുമ്പോൾ നമുക്ക് യൂട്യൂബ് ഒരു ലെറ്റർ അയച്ചു തരും. ആ ഒരു ലെറ്ററാണ് ഈ കാണുന്ന ആഡ്സെൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് അയച്ചു തരുന്നൊരു ലെറ്ററാണ്. അപ്പോൾ ഈ ഒരു ലെറ്ററിനകത്ത് ഏകദേശം ഒരു 6 പിൻ നമ്പറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ
കോഡ് കറക്റ്റ് ആക്കിയിട്ട് തെറ്റാതെ നമ്മൾ 3 പ്രാവശ്യം നമുക്കിത് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ അടിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം തെറ്റിക്കാതെ നമ്മൾ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിനോട്ട് $10 ആകുമ്പോഴാണ് ഈ ഒരു ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ നമുക്ക് അയച്ചു തരുന്നത്. അത് കഴിഞ്ഞ് ഒരു $100 ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഓപ്ഷൻ വരും കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് മുമ്പ് അടിച്ചു കൊടുക്കാനും പറ്റും. അതല്ല നമ്മൾ $100 ആകുമ്പോഴാണ് നമ്മളത് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കങ്ങനെ അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് അയച്ചു തരുന്നൊരു ലെറ്ററാണ് ഗൂഗിൾ ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ 2019 ചാനൽ തുടങ്ങിയ ഒരാളാണ്. 2019, 20, 24 ഏകദേശം 5 വർഷത്തെ എൻ്റെ കഷ്ടപ്പാടിനൊടുവിലാണ് ഗൂഗിളിൽ നിന്നൊരു ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എൻ്റെ കയ്യിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ കയ്യിൽ ഇതെത്തിയത്. കാരണം എനിക്കിപ്പം സ്വന്തമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരാൾക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ഫോൺ വെച്ചിട്ട് കുറച്ച് ജിമെയിൽ അഡ്രസ്സൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട ഒരു സംഭവമാണ് ഗൂഗിൾ ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ സപ്പോർട്ടിനും. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിലെത്തിയത് ഗൂഗിൾ ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ. അപ്പം എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ശരിക്കും വിചാരിക്കാത്തൊരു കാര്യമാണ് എൻ്റെ വീട്ടിലേക്ക് ഗൂഗിളിൽ നിന്നൊരു ലെറ്റർ എത്തുമോ എന്നുള്ളതൊക്കെ. പക്ഷേ എങ്ങനെയോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടും അതുപോലെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടും നമ്മുടെ വീട്ടിലേക്കും അങ്ങനെ ഗൂഗിളിൻ്റെ ആഡ്സൻസ് വെരിഫിക്കേഷൻ ലെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ലെറ്റർ കിട്ടി $10 ആകുമ്പോഴാണ് അയക്കുന്നത്. അപ്പം ഒരു $100 ആകുമ്പോൾ നമുക്ക് ഈ ഒരു യൂട്യൂബിൻ്റെ റവന്യൂ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. അപ്പം നമ്മൾ വിചാരിക്കും പോലെ വലിയ ലക്ഷക്കണക്കിന് രൂപയൊന്നും വരത്തില്ല. അപ്പം $100 ആവണമെങ്കിൽ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പം ബുദ്ധിമുട്ടാണ്. വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് റവന്യൂ ഒക്കെ വളരെ കുറവായിരിക്കും കയറുന്നത്. അപ്പം നമ്മൾ പക്ഷേ റവന്യൂ കൂടിയതോ കുറഞ്ഞതോ അത്തരം കാര്യങ്ങളൊന്നും നോക്കണില്ല. മാക്സിമം നമ്മളെ ഒരു ചാനലുണ്ട്. അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലേക്ക് സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് എത്തിപ്പെടണം. റവന്യൂ കിട്ടിയില്ല എങ്കിലും സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കയ്യിൽ എത്തണം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സമ്മാനം പോലും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയെങ്കിലും ഒരു ക്രിയേറ്റർ അവാർഡ് എൻ്റെ കയ്യിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഇല്ലെങ്കിൽ പോലും എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഗോപ്രോ മേടിച്ചിട്ടുണ്ട്. അപ്പം ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ട് ഗോപ്രോയ്ക്ക്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ റെഗുലറായിട്ട് നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യും. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിലേക്ക് ഈ ഒരു പിൻ ലെറ്റർ എത്തിയത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ എല്ലാവർക്കും ബായ്.